ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ അറിയാം. എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ എന്താണതെന്നുള്ളത് ഞാൻ ഒറ്റ നോട്ടത്തിൽ പറയുകയാണ് ഈ വീഡിയോയിലൂടെ. 1968 ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ബൈ ഇന്ദിരാഗാന്ധി. ആദ്യമായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1968 അത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1986 സെക്കൻഡ് എഡ്യൂക്കേഷൻ പോളിസി രാജീവ് ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആദ്യം 1968 കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാറ്റം വന്നത് 1986 പിന്നെ 1992 PV നരസിംഹറാവു ഗവൺമെൻറ് എന്ത് ചെയ്തു, അതിനെ മോഡിഫൈ ചെയ്തു. 1986 രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ പോളിസിയിൽ കുറച്ച് അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് 1992 വേറൊരു എഡ്യൂക്കേഷൻ പോളിസി ഇറക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തിന് ശേഷം 1992 കഴിഞ്ഞ് ഇപ്പോൾ 2020 ആയപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും മാറ്റങ്ങൾ വന്നത്. പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ മാറ്റങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു മാറ്റമാണ്. ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്ത്യയിലെ നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ വിഷയം. Vision National Education Policy 2020 envisions an India-centric education system that contributes directly to transforming our nation substantially into an equitable and vibrant knowledge society by providing high-quality education to all. എല്ലാവർക്കും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കാം. 10+2 ബോർഡ് സ്ട്രക്ചർ ഡ്രോപ്പ്ഡ്. നമുക്കൊക്കെ അറിയാം, നമ്മളിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ്, 10th വരെ ഒരു സെക്ഷൻ, അത് കഴിഞ്ഞ് +1 +2 പിന്നെ 3 ഇയർ ഡിഗ്രി കോഴ്സ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു 2 ഇയർ PG കോഴ്സും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറ്റി 10+2 ബോർഡ് സ്ട്രക്ചർ എന്നുള്ളത് മാറ്റി. പകരം എന്തായി, 4 സ്റ്റേജസ് കൊണ്ടുവന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആ 4 സ്റ്റേജസ്? ന്യൂ സ്ട്രക്ചർ എന്തൊക്കെയാണ്? 5 +3 +3 +4 അതാണ് ആ 4 സ്റ്റേജസ്. അപ്പോൾ 5 +3 +3 +4 നമുക്ക് നോക്കാം ആ 4 സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. ദിസ് ഇസ് ഫർദർ സബ്ഡിവൈഡ് ഇൻറ്റു 2 പാർട്സ്. അപ്പോൾ അതായത് ഫൗണ്ടേഷണൽ സ്റ്റേജിനെ വീണ്ടും, അത് ഫസ്റ്റ് സ്റ്റേജാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്, അതിനെ വീണ്ടും 2ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? 3 years ഓഫ് പ്രീ സ്കൂൾ ഓർ അംഗനവാടി ഫോളോഡ് ബൈ ക്ലാസ്സസ് 1 and 2 ഇൻ പ്രൈമറി സ്കൂൾ. അതായത് ഇതുവരെ അംഗൻവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ എന്നുള്ളത് നമ്മുടെ ഒരു കരിക്കുലത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടി കരിക്കുലത്തിൽ ആഡ് ചെയ്തു. അപ്പോൾ 3 years ഓഫ് പ്രീ സ്കൂൾ ആൻഡ് 1 and 2, 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും പ്രീ സ്കൂൾ ഓർ അംഗനവാടിയും കൂടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഡിവിഷൻ. അപ്പോൾ ആ ഫൗണ്ടേഷണൽ സ്റ്റേജിൻ്റെ തന്നെ ഫസ്റ്റ് ഡിവിഷനാണ് അത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിലെന്താ ലക്ഷ്യം? ദിസ് വിൽ കവർ ചിൽഡ്രൻ ഓഫ് ഏജസ് 3 to 8 years. അപ്പോൾ ഏജ് എത്രയാണ്? 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. അതിൻ്റെ എയിം അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഫോക്കസ് ഓഫ് സ്റ്റഡീസ് വിൽ ബി ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. കുട്ടികൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ്, പുസ്തകങ്ങളൊന്നും ഇല്ലാണ്ട് ആക്ടിവിറ്റീസ് മാത്രമായിട്ടുള്ള ഒരു പഠിത്തമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Second one is the preparatory stage. Preparatory stage എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് 3 to 5 which will cover the ages of 8 to 11 years. 3 തൊട്ട് 5 വരെ. അപ്പോൾ നമ്മൾ പ്രീ പ്രൈമറി 1 ഉം 2 ആണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? 3 to 5 ക്ലാസ്സസ്. അതിൽ ഏജ് എത്രയാണ് പറയുന്നത്? 8 to 11 years. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇറ്റ് വിൽ ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് സബ്ജക്ട്സ് ലൈക്ക് സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ലാംഗ്വേജസ്, ആർട്ട്, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വെറും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. സെക്കൻഡ് സ്റ്റേജിലാണ് റീഡിങ്ങും സ്പീക്കിങ്ങും റൈറ്റിംഗ് സ്കിൽസൊക്കെ കൊണ്ടുവരുന്നത്. തേർഡ് വൺ ഈസ് ദ മിഡിൽ സ്റ്റേജ്, ക്ലാസ്സസ് 6 to 8. അപ്പം തേർഡ് സ്റ്റേജ് ക്ലാസ് 6 to 8 ആണ്, കവറിങ് ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് 11 to 14. 6th standard onwards വൊക്കേഷണൽ കോഴ്സസ് അവൈലബിൾ. തൊഴിലധിഷ്ഠിത കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യും 6th onwards. അതുപോലെ തന്നെ കോഡിംഗ്, കമ്പ്യൂട്ടർ നോളേജും ഉണ്ടാകും. കോഡിംഗ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ക്ലാസ് 6. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് 6 തൊട്ടിട്ട് തന്നെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും.
It will introduce students to the more abstract concepts in subject of mathematics, science, social science, arts and humanities. ഇതിലൊക്കെ കുട്ടികൾക്ക് കൂടുതൽ ഊന്നൽ നൽകും. നെക്സ്റ്റ് സ്റ്റേജാണ് സെക്കൻഡറി സ്റ്റേജ്, ക്ലാസ്സസ് 9 to 11. അപ്പോൾ ഇതിന് 2 ഫേസായിട്ട് എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 9, 10 ഒരു ഫേസും 11 and 12 അതർ ഫേസും. Covering the ages of 14 to 19 years. It's again subdivided into 2 parts, classes 9 and 10 covering the first phase, while classes 11 and 12 covering the second phase. അപ്പോൾ ഫോർത്ത് സ്റ്റേജാണ് സെക്കൻഡറി സ്റ്റേജ്. അതിനെ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 9th ഉം 10th ഒരു സെക്ഷൻ, 11th and 12th അടുത്ത സെക്ഷൻ. ഫ്രം 8 to 11 ചിൽഡ്രൻ ക്യാൻ സെലക്ട് സബ്ജക്ട്സ്. 8th തൊട്ടിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അതിൽ. These 4 years of study are intended to inculcate multidisciplinary study coupled with depth and critical thinking. അതാണ് ശരിക്കുള്ള സ്റ്റഡി വരുന്നത്. അതുവരെ ആക്ടിവിറ്റി ബേസ്ഡും അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസും അതുപോലെ ഓരോ സബ്ജക്റ്റിനെ ബേസിക് ആയിട്ടുള്ള പഠിത്തവും ഒക്കെയാണ്. 8 to 11 ആണ് കുട്ടികൾ ശരിക്കും എന്താണ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ശരിക്കും പഠിക്കുന്നത്. അത് സെക്കൻഡറി സ്റ്റേജിൽ വെച്ചിട്ടാണ്. ലാംഗ്വേജ്, ഇനി ഇതിൽ എന്താണ് അവർ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ദ പോളിസി റേസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ടങ് ആൻഡ് റീജിയണൽ ലാംഗ്വേജസ്. എന്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? മദർ ടങ്ങിന്, മാതൃഭാഷയ്ക്കും അതുപോലെ മറ്റുള്ള റീജിയണൽ ലാംഗ്വേജസിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അണ്ടിൽ ക്ലാസ് 5 ആൻഡ് പ്രിഫറബിളി ബിയോണ്ട് ഷുഡ് ബി ഇൻ ദീസ് ലാംഗ്വേജസ്. 5ാം ക്ലാസ് വരെയും അല്ലെങ്കിൽ അതിനപ്പുറം ഏതെങ്കിലും ക്ലാസ് വരെയും മീഡിയം പഠിപ്പിക്കുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മീഡിയം ഓഫ് ടീച്ചിങ് ഷുഡ് ബി ഇൻ മദർ ടങ്. അവർ മീഡിയം ഓഫ് സ്റ്റഡി പഠിത്തത്തിൻ്റെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം അങ്ങനെ അല്ലെങ്കിൽ മലയാളത്തിന്, നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലയാളത്തിനായിരിക്കണം കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഏതാണോ മാതൃഭാഷ അതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് 5ാം ക്ലാസ് വരെ. Sanskrit and foreign languages will also be given emphasis. സംസ്കൃതത്തിനും ഫോറിൻ ലാംഗ്വേജസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. The policy also states that no language will be imposed on the students. ഇത് പ്രത്യേകം പറയുന്നത് ഇതൊന്നും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളം പഠിച്ചിരിക്കണം, നിർബന്ധം പഠിക്കാൻ പാടില്ല. എക്സാംസ്, ഇനി എങ്ങനെയാണ് എക്സാംസിൻ്റെ കാര്യം? ഇൻസ്റ്റെഡ് ഓഫ് എക്സാംസ് ബീങ് ഹെൽഡ് എവറി അക്കാഡമിക് ഇയർ, സ്കൂൾ സ്റ്റുഡൻസ് വിൽ ഓൺലി ആൻസർ 3 എക്സാംസ് ഇൻ ക്ലാസ്സസ് 3, 5 and 8. ഇപ്പോഴൊക്കെ എങ്ങനെ എല്ലാ ക്ലാസ്സിലും നമുക്ക് എക്സാംസ് ആണ് അല്ലേ, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള എക്സാംസ് ഉണ്ട്. അതില്ലാതെ ഓരോ ക്ലാസ്സിൽ എക്സാംസ് നിർത്തി വെച്ചിട്ട് പകരം 3rd സ്റ്റാൻഡേർഡിലും 5th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡിലും ഓരോ എക്സാംസ് നടത്തും. മനസ്സിലായോ? 3rd സ്റ്റാൻഡേർഡിലൊരു പബ്ലിക് എക്സാം, 5th സ്റ്റാൻഡേർഡിലൊന്ന്, അതുപോലെ തന്നെ 8th സ്റ്റാൻഡേർഡിലും എക്സാംസ് നടത്തും. Board exams will be continued to be held for classes 10th and 12th but will be redesigned. Standards for this will be established by an assessment body, PARAK. അതായത് ബോർഡ് എക്സാം 10th-നും 12th-നും ബോർഡ് എക്സാം ആയിരിക്കും. പക്ഷേ എന്താണ്, അത് ഒന്ന് റീഡിസൈൻ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ സ്കൂളുകാർ അല്ലെങ്കിൽ NCERT ബോർഡ് ഒക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, CBSE ബോർഡ് ഒക്കെ അല്ലേ കണ്ടക്ട് ചെയ്യുന്നത്. അതിന് പകരം ഇതിനെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു PARAK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ് അതിനെ ഏൽപ്പിക്കും. To make them easier, these exams would be conducted twice a year with students being offered up to 2 attempts. ഇനി എന്താണ്, ഒരു കൊല്ലത്തിൽ 2 എക്സാം നടത്തും. അപ്പോൾ കുട്ടികൾക്ക് ഒരു എക്സാമിന് മോശമാണെന്ന് തോന്നി അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ 2 അറ്റംപ്റ്റ് എഴുതാം വേണ്ടവർക്ക്. 2 എക്സാംസ് നടത്തും ഒരു വർഷത്തിൽ തന്നെ. അതിൽ വേണ്ടത് ചൂസ് ചെയ്യാം. അതായത് 2 എക്സാമിൽ ഏതാണോ കൂടുതൽ നല്ലതെന്നുള്ളത് എടുക്കാം അവർക്ക്. അപ്പോൾ കുട്ടികൾക്ക് 2 അവസരങ്ങൾ കൊടുക്കും. The exam itself would have 2 parts, namely the objective and the descriptive. Objective type exam ഉണ്ടാവും, ഒരു എക്സാമിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. റിപ്പോർട്ട് കാർഡ് വിൽ ബി ഹോളിസ്റ്റിക്, ഓഫറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റുഡൻറ്റ് സ്കിൽസ്. റിപ്പോർട്ട് കാർഡിൽ എന്തായിരിക്കും, കുട്ടികളുടെ സ്കിൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് കാർഡ്സ് ആയിരിക്കും. ഇപ്പോഴത്തെ പോലെ ഗ്രേഡ്, മാർക്ക് അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്താണോ അവരുടെ സ്കിൽസ് അതായിരിക്കും ഊന്നൽ നൽകുക. മിഡ് ഡേ മീൽ സ്കീം വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ്. മിഡ് ഡേ മീൽ എന്നുള്ളത് ഇപ്പോൾ ലഞ്ച് മാത്രമേ ഉള്ളൂ, അതിനെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. മോർ ഫോക്കസ് വിൽ ബി ഗിവൺ ടു സ്റ്റുഡൻസ് ഹെൽത്ത്, പെർട്ടിക്കുലർലി മെൻ്റൽ ഹെൽത്ത്, ത്രൂ ദ സപ്പോർട്ട് ഓഫ് കൗൺസിലേഴ്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്. കൗൺസിലേഴ്സിൻ്റെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്താണ്, കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ കൂടുതൽ ഊന്നൽ നൽകുന്നത് കുട്ടികളുടെ ഹെൽത്തിനാണ്. അതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്.
പിന്നെ ഇനി ഗ്രാജുവേഷനാണ്. 12th വരെയുള്ളത് കഴിഞ്ഞ് അടുത്തത് എന്താണ് 12th ഓൺവേർഡ്സ് ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവേഷനായി. ഇറ്റ് പ്രൊപ്പോസസ് 4-year മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വിത്ത് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ്. ഇപ്പം നമുക്ക് എങ്ങനെ ഡിഗ്രി 3 years ഡിഗ്രി പിന്നെ 2 years PG ക്ലാസ്സുമാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആക്കാൻ പോകുന്നത് 4 years ഡിഗ്രി ക്ലാസ്. അപ്പോൾ കുട്ടികൾക്ക് അതിന്ന് ഇടയ്ക്ക് വേണമെങ്കിൽ നിർത്തിപ്പോവാം, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇനി പഠിക്കുന്നില്ല എന്ന് തോന്നിയാൽ അത് നിർത്തിപ്പോവാം. സെക്കൻഡ് ഇയർ ആണെങ്കിൽ അത് കഴിഞ്ഞ് നിർത്തിപ്പോവാം. തേർഡ് ഇയർ കഴിഞ്ഞ് നിർത്താം. അങ്ങനെ 4 years ഡിഗ്രി കോഴ്സാണ്. ഓൾ ഗ്രാജുവേറ്റ് ഹാവ് മേജർ ആൻഡ് മൈനർ. എല്ലാ ഗ്രാജുവേറ്റ് കോഴ്സസിനും ഒരു മേജർ സബ്ജക്റ്റും കാണും, ഒരു മൈനർ സബ്ജക്റ്റും കാണും. എക്സാമ്പിൾ സയൻസ് സ്റ്റുഡൻസ് ക്യാൻ ഹാവ് ഫിസിക്സ് ആസ് മേജർ ആൻഡ് മ്യൂസിക് ആസ് മൈനർ. അങ്ങനെ ഒരു മേജർ സബ്ജക്റ്റും മൈനർ സബ്ജക്റ്റും ഉണ്ടാവും. എനി കോമ്പിനേഷൻ ക്യാൻ ചൂസ്. കുട്ടികൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. These will include professional and vocational areas and will be implemented as follows. എങ്ങനെയാണ് ഈ 4 year കോഴ്സ്? എ സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 year ഓഫ് സ്റ്റഡി. ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇടയിൽ വെച്ച് നിർത്തിപ്പോകാൻ. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് നിർത്തിപ്പോകുന്നതെങ്കിൽ ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ കോഴ്സിൻ്റെ ഇത് കംപ്ലീറ്റഡ് 1 year എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി സെക്കൻഡ് ഇയറിലാണ് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 2 years ഓഫ് സ്റ്റഡി, ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടും. എ ബാച്ചിലേഴ്സ് ഡിഗ്രി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ 3 year പ്രോഗ്രാം. പിന്നെ 4th ഇയർ ആണ് എന്ത് കിട്ടാൻ പോകുന്നത് മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രി. ഏതിലാണോ പ്രിഫേർഡ് ഓപ്ഷൻ അതിൽ അവർക്ക് മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രി കിട്ടും. പിന്നെ അടുത്ത എന്താണ് എല്ലാം ഓൾ യൂണിവേഴ്സിറ്റീസ് ഗവൺമെൻറ് പ്രൈവറ്റ് ഓപ്പൺ ഡീംഡ് വൊക്കേഷണൽ എക്സെട്ര വിൽ ഹാവ് സെയിം ഗ്രേഡിംഗ് ആൻഡ് അതർ റൂൾസ്. എല്ലാം ഒറ്റ ഗ്രേഡിംഗ് സിസ്റ്റം ആയിരിക്കും, ഒരേ നിയമങ്ങളും ആയിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻറ്റ്സ് കൗൺസിൽ ഫോർ ഫണ്ടിംഗ് ആൻഡ് ഫിനാൻസിംഗ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. എ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ വിൽ ബി സെറ്റ് അപ്പ് റെഗുലേറ്റ് ഹയർ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എന്താണ് HECI എന്ന് പറഞ്ഞാൽ എന്താണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ വിൽ ഹാവ് 4 verticals. എന്തൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ടു റെഗുലേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ടീച്ചർ എഡ്യൂക്കേഷൻ വൈൽ എക്സ്ക്ലൂഡിംഗ് മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ. മെഡിക്കലും ലീഗൽ എഡ്യൂക്കേഷനും ഇല്ലാതെ ബാക്കിയുള്ള ഹയർ എഡ്യൂക്കേഷൻസൊക്കെ ഏതിൻ്റെ കീഴിലായിരിക്കും? NHERC. നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഫോർ അക്രഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഉണ്ടായിരിക്കും. General Education Council to frame graduate attributes, namely the learning outcomes expected. It will also be responsible in framing a national higher education qualification framework. National Council for Teacher Education will come under the GEC as a professional standard setting body. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിനൊക്കെയാണ് പവേഴ്സ് ഉള്ളതാണ്. Other PSSBs will include professional councils such as Veterinary Council of India, Council of Architecture, Indian Council of Agriculture Research and National Council for Vocational Education and Training. National Testing Agency will now be given the additional responsibility of conducting entrance examination for admissions to universities across the country in addition to the JEE Main and NEET. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കായിരുന്നു ഇതുവരെ JEE മെയിനും നീറ്റൊക്കെ നടത്താനുള്ള അവകാശം. അതുകൂടാതെ തന്നെ അവർക്ക് എല്ലാ എക്സാംസും കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്താനുള്ള അധികാരവും കൊടുക്കും. അത് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ CET എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് അത് നടത്താനുള്ള അധികാരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കായിരിക്കും. The policy proposes that higher education institutes like the IITs make change with regard to the diversity of learning. IITസിലും ചേഞ്ചസ് വരും. Policy proposes to internationalize education in India. Foreign universities can now set up campuses in India. ഇന്ത്യയിലത്തെ നമ്മുടെ കോളേജസിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനും അവരുടെ ക്യാമ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷൻ. ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത്രയും ആദ്യം 10 മാസമായിരുന്നു ടീച്ചർ B.Ed കോഴ്സിന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 2 years ആക്കി. ഇനി അത് 4 year ആക്കാൻ പോവാണ്. അത് 2030 കൂടിയിട്ടൊക്കെ ആവുള്ളൂ. To become a teacher, a 4-year bachelor's education will be the minimum requirement needed by 2030. Teacher recruitment process will also be strengthened and made transparent. The National Council for Teacher Education will frame a national curriculum framework for teacher education by 2021 and a national professional standards for teachers by 2022. ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊരു
കരിക്കുലം ഫ്രെയിംവർക്ക് 2021 2022 ഒക്കെ ആകുമ്പോഴേക്കും വരും. 2030 ആകുമ്പോഴേക്കും 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് അത് മാറും B.Ed. ദ പോളിസി എയിംസ് ടു എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിഫൈഡ് ടീച്ചേഴ്സിന്, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി നല്ല ക്വാളിഫൈ ആയ ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. Ensure that all students at all levels of school education are taught by passionate, motivated, highly qualified, professionally trained and well-equipped teachers. Other changes, ഇനി എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. അണ്ടർ NEP 2020 numerous new education institutes, bodies and concepts have been given legislative permission to be formed. These include കുറേ എന്താണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും അതുപോലെ ബോഡീസിനും ഒക്കെ ഇത് കൊടുത്തു, അധികാരങ്ങൾ കൊടുത്തു, അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരങ്ങൾ കൊടുത്തു. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. Academic Bank of Credit, a digital storage of credits earned to help resume education by utilizing credits for further education. National Research Foundation to improve research and innovation. Special education zones to focus the education of underrepresented group in disadvantaged regions. അതുപോലെ തന്നെ ഫീമെയിൽ എഡ്യൂക്കേഷൻ, ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് ഫോർ അസൈനിങ് ദ നേഷൻ ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ചിൽഡ്രൻ. നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം, എ പ്ലാറ്റ്ഫോം ടു ഫെസിലിറ്റേറ്റ് exchange of ideas on technology usage to improve learning. The policy proposes a new language institution such as the Indian Institute of Transportation and Interpretation and Translation and Interpretation and the National Institutes for Pali, Persian and Prakrit. ഇതൊക്കെ ലാംഗ്വേജസ് ആണ്. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ദെൻ അതർ ബോഡീസ് പ്രപ്പോസ്ഡ് ഇൻക്ലൂഡ് ദ നാഷണൽ മിഷൻ ഫോർ മെൻറ്ററിങ്, നാഷണൽ ബുക്ക് പ്രൊമോഷൻ പോളിസി, നാഷണൽ മിഷൻ ഓഫ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. അപ്പോൾ എല്ലാ മേഖലകളിലും, ഇപ്പോൾ ബുക്ക് പബ്ലിഷിങ്ങിലാവട്ടെ, അല്ലെങ്കിൽ അസസ്മെൻറ്റിലാവട്ടെ, അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യണതിലാവട്ടെ, എല്ലാ മേഖലകളിലും ഏജൻസീസാണ്. അപ്പോൾ എന്താണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മൂല്യനിർണ്ണയം നടത്താം. അതുപോലെ തന്നെ എല്ലാം ഓരോ ഏജൻസീനെ ഏൽപ്പിക്കുമ്പോൾ എന്താണ്, അതിൻ്റേതായ നല്ല സ്മൂത്തായിട്ട് അത് ഫങ്ഷൻ ചെയ്യും അല്ലെ. മറ്റത് എല്ലാം കൂടി ഒരു ബോഡി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, അതിങ്ങനെ ഒറ്റയ്ക്കായി ചെയ്യുമ്പോൾ അതിന് അത്ര ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് എല്ലാം ഓരോ ഈച്ച് ആൻഡ് എവറി കാര്യത്തിനും ഓരോ ബോഡീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.